ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഭക്ഷ്യോൽപാദനം ഭക്ഷ്യസുരക്ഷ എന്ന അധ്യായത്തിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട വസ്തുതകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്ന PSC എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം പറയുന്നത് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ഗാഡ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ഗാഡ്. 1940 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഹരിത വിപ്ലവം മെയിനായിട്ട് ഉണ്ടായിരുന്ന ടൈമാണ്. 1940 മുതൽ 70 വരെ. ഹരിത വിപ്ലവത്തിൻ്റെ പേര് വരുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് എത്തുന്ന ആളാരാണ്? ലോകത്താണെങ്കിൽ നോർമൻ ബോർലോഗ്, ഇന്ത്യയിലാണെങ്കിലോ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ്റെ മരണത്തെ തുടർന്ന് MS സ്വാമിനാഥൻ്റെ ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും PSCയിൽ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വഴിയെ നോക്കാം. അപ്പോൾ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ഗാഡ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് വില്യം ഗാഡ്. USAIDയുടെ ഡയറക്ടറായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് എമർജൻസി ഫോർ ഡെവലപ്മെൻറ്റ്. ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഓർത്തു വെക്കുക. 1940 മുതൽ 70 വരെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടം. ഇത് നോർമൻ ബോർലോഗിൻ്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത്. ഇയാളാണ് നോർമൻ ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച വ്യക്തിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്ന നിലയിൽ 1970 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് നോർമൻ ബോർലോഗിനാണ്. 1970 നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. 2009 സെപ്റ്റംബർ 12 അന്തരിച്ചു. ഇനി നമ്മളുടെ MS സ്വാമിനാഥനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. 1925 ഓഗസ്റ്റ് 7 ജനിച്ചത്. 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. 1925 ഓഗസ്റ്റ് 7 ജനിച്ചു. 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. സമ്മിശ്ര കൃഷി എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. സമ്മിശ്ര കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വളർത്തൽ, കോഴി വളർത്തൽ, കന്നുകാലി വളർത്തൽ, അതിനോടൊപ്പം തന്നെ കൃഷിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. തോട്ടവിള കൃഷി എന്ന് പറയുന്നത്, തോട്ടവിള കൃഷി നമുക്ക് തുടങ്ങിയത് എപ്പോഴാണ്? തോട്ടവിള കൃഷി തുടങ്ങാൻ കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് നമ്മൾ തോട്ടവിള കൃഷി തുടങ്ങിയത്. തോട്ടവിള എന്തൊക്കെയാണെന്ന് അറിയാമോ? തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവയാണ് തോട്ടവിളകൾ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടനിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നു. അങ്ങനെയാണ് അതിനായിട്ട് അവർ 19ാം നൂറ്റാണ്ടിൽ ആരംഭകാലത്ത് കോളനി രാജ്യങ്ങൾ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ഇനി അടുത്താണ് വാണിജ്യ കൃഷി. വാണിജ്യ കൃഷി എന്ന് പറയുമ്പോൾ വാണിജ്യ വിളകൾ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം. ഇതൊക്കെയാണ് വാണിജ്യ വിളകൾ. ഏതൊക്കെയാണ്? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് വാണിജ്യ കൃഷിയുടെ പങ്ക് ഒരുപാടുണ്ട്. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് വാണിജ്യ കൃഷി തുടങ്ങിയത്. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വാണിജ്യ കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇതിൽ ആവശ്യമായി വരും. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയ വാണിജ്യ വിളകളാണ്. അപ്പോൾ വാണിജ്യ വിളകൾ ഏതാണെന്ന് നോക്കുക. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം ഇതെല്ലാം വാണിജ്യ വിളകളാണ്. ഇനി ഓരോ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന ഗോതമ്പ്. പരുത്തിയാണെങ്കിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ലാണെങ്കിൽ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, കേരളം, കർണാടകം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരാറുണ്ട്. ഇനി അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ദാരിദ്ര്യരേഖ. എങ്ങനെയാണ് ദാരിദ്ര്യരേഖ കണക്കാക്കുന്നത്? ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജ്ജത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നത്. എങ്ങനെയാണ് ദാരിദ്ര്യം കണക്കാക്കുന്നത്? ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജ്ജത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നത്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതെന്താണ്? ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കാൻ വികസിപ്പിച്ച രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കാൻ വികസിപ്പിച്ച രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ചേർന്നാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ സൂചകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുക. ഇപ്പോൾ പറഞ്ഞു വന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദാരിദ്ര്യത്തിൻ്റെ സൂചകങ്ങൾ. 12 സൂചകങ്ങളാണ് ദാരിദ്ര്യത്തിന് രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 12 സൂചികകൾ നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 12 സൂചികകളെ 3 സെക്ഷനായിട്ടാണ് തിരംതിരിച്ചിരിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഇത് 3 സെക്ഷനാക്കി തിരിച്ചിട്ടാണ് ഈ 12 സൂചികകൾ വരുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ആരോഗ്യത്തിൽ വരുന്നതാണ് പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം. ആരോഗ്യത്തിൽ വരുന്ന ഏതൊക്കെയാണ്? പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം. വിദ്യാഭ്യാസത്തിൽ വരുന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ. ജീവിത നിലവാരത്തിൽ വരുന്നതാണ് പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ. അപ്പോൾ ദാരിദ്ര്യ നിലവാര സൂചന അളക്കുന്ന സൂചകങ്ങളാണ് ഇത്രയും പറഞ്ഞത്. 3 സെക്ഷനായിട്ട് തിരിച്ചു. ആരോഗ്യത്തിൽ വരുന്ന പോഷകാഹാരം. അപ്പോൾ ആദ്യം വരുന്നത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം. ഇത് നോക്കിയിട്ട് ദാരിദ്ര്യ രേഖ നമുക്ക് കണക്കാക്കാൻ പറ്റും. വിദ്യാഭ്യാസത്തിൽ എങ്ങനെ വരും? സ്കൂൾ വിദ്യാഭ്യാസവും സ്കൂൾ ഹാജരും. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ എല്ലാ ദിവസവും കുട്ടികൾ ഹാജരാകുന്നുണ്ടോ? എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദാരിദ്ര്യ സൂചിക അളക്കാൻ സാധിക്കും. ജീവിത നിലവാരം. ഓരോ വീട്ടിൽ എന്തൊക്കെയാണ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന പാചക ഇന്ധനമാണോ, അത് അടുപ്പാണോ, എങ്ങനെയൊക്കെ ആണെന്ന് നോക്കിയിട്ട് ജീവിത നിലവാരം വെച്ചിട്ട് അളക്കാൻ പറ്റും. ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, പക്ഷേ ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. 3 സെക്ഷനായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്താണ് സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികൾ. ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി 3 തരം പദ്ധതികളാണ് ഇന്ത്യയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതി. അതിൽ വരുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ജീവനം പദ്ധതി. സ്വയം തൊഴിൽ അല്ലെ വേതന തൊഴിൽ പദ്ധതിക്കകത്ത് വരുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരവും വരുമാനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ജീവനം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള ഉപജീവന മാർഗമാണ് ജീവനം പദ്ധതി. ജീവനം പദ്ധതി ഇപ്പോൾ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നീട് വരുന്നതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇത് നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇതെല്ലാം തൊഴിൽ വേതന പദ്ധതികളാണ്. സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികളാണ്. ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ജീവനം പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമത്തിലുള്ള അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അയ്യങ്കാളി ആകുമ്പോൾ അത് നഗരത്തിലുള്ളവർക്ക് കൊടുക്കുന്നതാണ്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയാണെങ്കിൽ താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരവും വരുമാനവും നൽകുന്ന പദ്ധതിയാണ്. ജീവനം പദ്ധതിയാണെങ്കിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് കിട്ടുന്ന ഇതാണ്. അടുത്ത ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുണ്ട്. അത് പൊതുവിതരണ സംവിധാനം വഴി കൊടുക്കും. അതായത് റേഷൻ കട വഴി കൊടുക്കും. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, അതായത് 1 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്നാമത് പൊതുവിതരണ സംവിധാനം, അതായത് റേഷൻ കടകൾ വഴി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. അതായത് ഈ BPLകാർക്കൊക്കെ നമുക്ക് അറിയാമല്ലോ, 30 കിലോ അരി ഗോതമ്പൊക്കെ കൊടുക്കുന്ന അറിയാമല്ലോ.
അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാമാണ് പൊതുവിതരണ സംവിധാനം വഴി വിതരണം ചെയ്യുന്നത്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ്. സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ 3 പദ്ധതികളുണ്ട്: പൊതുവിതരണ സംവിധാനം, പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം, സുഭിക്ഷ കേരളം. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം എന്ന് പറഞ്ഞാൽ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. ഇനി അടുത്ത സാമൂഹിക സുരക്ഷാ പദ്ധതികളുണ്ട്. ദേശീയ സാമൂഹിക സഹായ പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുണ്ട്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറഞ്ഞാൽ നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകാനുള്ള പദ്ധതിയാണ് നിരാമയ. നിരാമയ ഇപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകാനുള്ള പദ്ധതിയാണ് നിരാമയ. ഇതെപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അതേപോലെ തന്നെ സുഭിക്ഷ കേരളം കേരളത്തിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ ഇതും ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.